അതെ. ഞാൻ പറയാം 200 താഴെ ആൾക്കാരെല്ലാം അനൗൺസ് ചെയ്തോളൂ. ഇനി 540 കിടക്കുകയല്ലേ. വരും, യോഗ്യരായ ആൾക്കാർ വരും. മനസ്സിലായില്ലേ? രാജ്യം ഭരിക്കാൻ യോഗ്യതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മോഡിജിയുടെ ഒരു ഫിലോസഫി ഞാൻ പറയുന്നത്, ഒരു അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണെങ്കിൽ പുള്ളി പറയാറുണ്ട്, അദ്ദേഹം പറയാറുണ്ട്, ദ ഫൈനസ്റ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഷുഡ് ബി ദ അഗ്രികൾച്ചർ മിനിസ്റ്റർ. ഒരു എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ മേഖലയിൽ ശക്തിയും കഴിവും തെളിയിച്ച ആൾ തന്നെ. ചുമ്മാ PhD ഉണ്ടായാൽ പോരാ, അതിനപ്പുറം കഴിവുള്ള ആൾ വേണം. അങ്ങനെയുള്ള ഫിലോസഫി ഉള്ളൊരു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം എത്രയോ BJP MPമാരുണ്ട്. ഹെൽത്തിന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നിയില്ല. അതായത് ഏബിൾ മിനിസ്റ്റർ, ഏബിൾ ഫോർ വാട്ട്, ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരെ MPമാരാക്കും, അതിൽ നിന്ന് ഏബിളസ്റ്റ് ആയിട്ടുള്ളവരെ മിനിസ്റ്റർമാരാക്കും. അവിടെ ഒറ്റ പരിഗണനയേ ഉള്ളൂ. പരിഗണന ജാതിക്കോ മതത്തിനോ ഒരു പരിഗണനയില്ല. ഈ മന്ത്രിക്ക് എന്തുമാത്രം ഗുഡ്നെസ് സാധാരണ മനുഷ്യന് ഡെലിവർ ചെയ്യാൻ പറ്റും, അവിടെയും ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റുമെന്നുള്ള പരിഗണനയേ ഉള്ളൂ. ആ പ്രോസസ്സിൽ ചിലപ്പോൾ മുസ്ലിം വെളിയിൽ പോയെന്നിരിക്കും, ക്രിസ്ത്യൻ വെളിയിൽ പോയെന്നിരിക്കും, ഹിന്ദു പോയെന്നിരിക്കും. അതൊന്നും നമ്മുടെ കൺസേൺ, അതൊക്കെ നമ്മൾ തോന്നുന്നതാണ്. നമ്മൾ നിങ്ങളെന്താ പറയുന്നത്, കണ്ണു അടച്ച് നിങ്ങളിതൊക്കെ പറയാം. ആരെ ഒഴിവാക്കി? ആരെ? അത് നിങ്ങളുണ്ടാക്കിയ കഥയാണ്. അതിന് ഞങ്ങൾ മറുപടി പറയുന്നത് തരും. നിങ്ങളൊരു കഥ ഉണ്ടാക്കുന്നിടത്തൊക്കെ നടന്ന് ഞാൻ മറുപടി പറയും. ഒരു കോണ്ടക്സ്റ്റിലും ഇല്ല. ഇന്നലെ സത്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്താ സംഭവിച്ചെന്ന്. ഏത് കാരണം? ഈ കാരണം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അവസരം BJPയുടെ പാർട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോഡി അക്കമ്പനി ചെയ്യുന്ന ഈ 3 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയാതെ തന്നെ നിങ്ങൾ മീഡിയ ഈ സ്റ്റോറി ഉണ്ടാക്കി. ഞാൻ കേട്ടതിൽ ചിലപ്പോൾ മീഡിയ പറയണത് ഇവർ 3 പേരും കൂടെ പോകുന്നു എന്ന് പറഞ്ഞ മീഡിയ സ്റ്റോറി കണ്ടല്ലോ. എവിടെയെങ്കിലും ഇവർ പറഞ്ഞു, ഈ പാർട്ടി എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ഈ 3 പേരുമാണെന്ന്? ഈ മോഡി അക്കമ്പനി നിങ്ങൾ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു, സബ്സിക്വൻ്റായിട്ട് നിങ്ങൾ തന്നെ വേറെ സ്റ്റോറി ഉണ്ടാക്കുന്നു. നിങ്ങൾ തന്നെ ഓപ്പോസിഷന് AK ബാലനെ പോലെയുള്ളവർക്ക് നമ്മളെ ചെളിവാരി അറിയാനുള്ള ചെളി കൊണ്ട് കൈ കൊടുക്കും. പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറാണ് പറഞ്ഞത് മലപ്പുറത്തെയും പൊന്നാനിയിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കണ്ടേ? മീഡിയ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം എന്നെ ഒന്ന് വിളിക്കണ്ടേ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. അതെനിക്കറിയത്തില്ല. എന്നെ വിളിക്കണ്ടേ? നിങ്ങളിവിടെ വരണം, മോഡിജിയുടെ ഷോയിൽ നിങ്ങൾ ആളാണ്, വരണം, നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പേര് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, എന്നെ വിളിക്കണ്ടേ? ഞാൻ പോയത് അതിരുവാണല്ലോ പോയത്. ഞാൻ അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് ക്ഷണിക്കാനാണ്. ഒരു റോഡ് ഷോ ഫോർ മലപ്പുറത്തിനും വേണം, മലപ്പുറത്തെ ആൾക്കാരും നമ്മളെ കൂടെ വരും എന്ന് പറയാനാണ് പോയത്. ചോദ്യം അതിൻ്റെ പേരല്ലേ?